എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇംഗ്ലണ്ടിനെതിരായ ഇന്ത്യയുടെ മൂന്നാം ഏകദിന മത്സരം നാളെയാണ്. ഒരു മത്സരം കൂടി ബാക്കി നിൽക്കെ ഇന്ത്യ ഇതിനകം തന്നെ ഏകദിന പരമ്പര പിടിച്ചെടുക്കുകയും പരമ്പരയിൽ 2-0 അപരാജിതമായ ലീഡ് നേടുകയും ചെയ്തു. 2 ഏകദിന മത്സരങ്ങളിലും ഇംഗ്ലീഷ് ടീമിനെതിരെ ഇന്ത്യ ആധിപത്യം സ്ഥാപിച്ചു. എതിരാളികളെ ഒരിക്കൽ പോലും മത്സരത്തിൽ തിരിച്ചുവരാൻ ഇന്ത്യ അനുവദിച്ചില്ല. ആദ്യ ഏകദിനത്തിൽ തുടക്കത്തിൽ തന്നെ ചില വിക്കറ്റുകൾ നഷ്ടപ്പെട്ടെങ്കിലും ശ്രേയസ് അയ്യരുടെയും ശുഭ്മാൻ ഗില്ലിന്റെയും തകർപ്പൻ ബാറ്റിംഗിന്റെ ബലത്തിൽ ഇംഗ്ലണ്ട് നിശ്ചയിച്ച സ്കോർ ഇന്ത്യ മറികടന്നു. രണ്ടാം മത്സരത്തിൽ 300 റൺസിലധികം റൺസ് പിന്തുടർന്ന ഇന്ത്യയെ നായകൻ രോഹിത് ശർമ്മ വിജയത്തിലേക്ക് നയിച്ചു. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന നാളത്തെ ഏകദിന മത്സരത്തിൽ കുറച്ച് കളിക്കാർക്ക് വിശ്രമം നൽകും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന 2025 ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് കുറച്ച് കളിക്കാർക്ക് ആവശ്യത്തിന് വിശ്രമം നൽകാൻ ആണ് ടീം മാനേജ്മെന്റ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. രോഹിത്തിന്റെ അഭാവത്തിൽ മൂന്നാം ഏകദിനത്തിൽ ടീമിന്റെ വൈസ് ക്യാപ്റ്റനായ ശുഭ്മാൻ ഗിൽ ആയിരിക്കും ടീമിനെ നയിക്കുക. ഇനി നമുക്ക് ഇന്ത്യ-ഇംഗ്ലണ്ട് മൂന്നാം ഏകദിന മത്സരത്തിന്റെ പ്ലേയിംഗ് 11 ഒന്ന് പരിശോധിക്കാം. മത്സരത്തിൽ രോഹിത്തിന് പകരം യശസ്വി ജയ്സ്വാൾ ടീമിൽ എത്തും. യശസ്വി ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ എന്നിവർ ചേർന്ന് ഓപ്പണിംഗ് ചെയ്യും. മൂന്നാമനായി വിരാട് കോഹ്ലി എത്തുമ്പോൾ 4-ാം നമ്പറിലാകും ശ്രേയസ് അയ്യർ ഇറങ്ങും. 5-ാമനായി KL രാഹുൽ ഇറങ്ങുമ്പോൾ 6-ാമനായി ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ എത്തും. ഇനി ബൌളിംഗിൽ ഷമിക്ക് പകരം അർഷദീപ് എത്തും. ടീമിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം മുഹമ്മദ് ഷമിക്ക് മികച്ച പ്രകടനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഷമിക്ക് പകരം അർഷ്ദീപ് സിംഗിന് ഒരു അവസരം നൽകാൻ ആണ് ടീമിന്റെ തീരുമാനം. മത്സരത്തിൽ പേസ് നിരയിൽ അർഷ്ദീപ് സിംഗ്, ഹാർദിക് പാണ്ഡ്യ, ഹർഷിത് റാണ എന്നിവരും സ്പിന്നിൽ രവീന്ദ്ര ജഡേജ, വരുൺ ചക്രവർത്തി, അക്സർ പട്ടേൽ എന്നിവരും ഉണ്ടാകും. കഴിഞ്ഞ മത്സരത്തിൽ മികച്ച വിജയം സ്വന്തമാക്കിയതുപോലെ തന്നെ നാളത്തെ മത്സരത്തിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും എന്നാണ് ഇന്ത്യൻ ടീമിന്റെ വിശ്വാസം. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.